കോഴിക്കോട് തോടന്നൂരിലെ KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾക്ക് സ്വീകരണമൊരുക്കി ഡിവൈഎഫ്ഐ. കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയവർക്കാണ് സ്വീകരണമൊരുക്കിയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദി, ബോംബെറിഞ്ഞ കേസിലെ KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികളാണ്. അവർക്ക് സ്വീകരണം ഒരുക്കുന്നു ഡിവൈഎഫ്ഐ. അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് മറ്റൊരു ചോദ്യം. ഷഹദ്, തീർച്ചയായും ഈ CPM പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പക്ഷേ അതേ സമയത്ത് ഈ സംഭവം നടന്ന ഘട്ടത്തിൽ CPM സംബന്ധിച്ച് വലിയ രീതിയിൽ CPM പ്രതിരോധത്തിലായിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇത് ആരാണ് എന്ന് സംബന്ധിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ തന്നെ ഡിവൈഎഫ്ഐ, KSU, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, UDF ഒന്നാകെ ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രതികളെ പിടികൂടുന്ന ഘട്ടത്തിൽ CPM പ്രവർത്തകരാണെന്ന് തെളിയുകയും ചെയ്തു. തോടന്നൂരിലാണ് ഈ KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കളായിട്ടുള്ള, അതായത് അധ്യാപകനും കൂടിയായിട്ടുള്ള തിരുവള്ളൂർ മേഖലാ സെക്രട്ടറിയുമായിട്ടുള്ള മനക്കൽ മേത്തൽ മിഥുൻലാൽ, അതുപോലെ തന്നെ ആലോളത്തിൽ രൂപേഷ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. തിരുവള്ളൂരിൽ ചുവപ്പ് ഷാൾ അണിഞ്ഞാണ് CPM പ്രവർത്തകർ ഈ ബോംബേർ കേസിലെ പ്രതികളെ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മുദ്രാവാക്യം വിളികളും ഉണ്ടായിരുന്നു. കൂടാതെ പോലീസിന് നേരെയും ഒപ്പം തന്നെ ഈ UDFന് നേരെയും ഇവർ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ CPMന്റെ MLA ഈ സംഭവ സ്ഥലത്തെത്തുകയും ഇത് ദൗർഭാഗ്യകരമാണെന്നും ഒപ്പം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പുറത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിലൊരു സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.